കൂട്ടുകാരെ, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്നെന്താ വന്നെന്നായിരിക്കും അല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ദിവസമായില്ലേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്തോ അറിയില്ല, അങ്ങ് തിരക്കാ. എന്താ തിരക്കാന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങ് തിരക്ക് തന്നെ തിരക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഇടിയപ്പത്തിനും അപ്പം പാലപ്പം ഇതിനൊക്കെ നമ്മൾക്ക് കഴിക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. ചോറിന് കഴിക്കാമോ എന്ന് വെച്ചാൽ കഴിക്കാം, എന്നാലും കൂടുതലും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഇതിനാണ്. അങ്ങനെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാമെന്നാണ്. എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ചിലപ്പോൾ ഈ രീതിയിലും ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടായിരിക്കാം. എന്നാലും എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളെ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടുത്തട്ടെ എന്നോർത്ത് വന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാരണം ഞാനിവിടെ ഒരു 2 കിലോ ചിക്കനാണ് വാങ്ങിയേക്കുന്നത്. ബോണോട് കൂടിയുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചു. അതപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം. ഇത് ഞാൻ വിനാഗിരി ഒഴിച്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു 4 അല്ലി വെളുത്തുള്ളി, 3 സവാള, കുറച്ച് മല്ലിയില, ചെറിയ 2 ഭക്ഷണയില, കണ്ടോ, 3 പച്ചമുളക്, 2 കഷ്ണം ചെറിയ ഇഞ്ചി, 2 തക്കാളി. ഇത്രയും സാധനങ്ങളാണ്. ഇത് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ വഴരട്ടെ. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന 3 പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴരണം. കാരണം നമ്മൾ ഇത് മിക്സിയിലിട്ടൊന്നും ക്രഷ് ചെയ്തിട്ടില്ല. അപ്പം നല്ല കൊഴുപ്പിലുള്ള ചാറ് കിട്ടാൻ വേണ്ടി നല്ലതുപോലെ വഴന്ന് തന്നെ എടുക്കണം കേട്ടല്ലോ. ഇവിടെ 2 തക്കാളിയാണല്ലോ എടുത്തേക്കുന്നത്. അതിൽ 1 തക്കാളിയും ഈ മല്ലിയിലയും കൂടി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. നല്ലതുപോലെ അരയണം. കണ്ടോ, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ വേണം അരച്ചെടുക്കാനേ. നമ്മൾ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഞാൻ 4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഒരു 2.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കണ്ടോ. 4 സ്പൂൺ മല്ലിപ്പൊടി, 2.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക്. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്ന് കണ്ട നല്ല പരുവത്തിലായി കിടപ്പുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഞാൻ ഉള്ളി വഴറ്റുന്നതിനൊന്നും ഞാൻ ഉപ്പ് ചേർത്ത് വഴറ്റാറില്ല കേട്ടോ. അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ചിക്കൻ്റെ മുകളിലാണ് ഉപ്പിട്ട് കൊടുക്കാറുള്ളത്. എങ്കിൽ മാത്രമേ എനിക്കത് കറക്റ്റായിട്ട് തോന്നാറുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണം എല്ലാം മാറി. ഇതേ കണ്ടോ, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവാകുമ്പോഴാണ് അതിൻ്റെ പച്ചമണം മാറിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. നല്ലതുപോലെ പൊടികൾ മൂത്ത് അതിൻ്റെ പച്ചമണം എല്ലാം പോയി എന്ന് നമുക്ക് തോന്നിയാൽ അതെ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ആ പൊടികളൊക്കെ മൂത്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി ഇല്ലേ, ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മല്ലിയില അരച്ചത് കൊണ്ടാണ് തക്കാളിയുടെ ആ നിറം അങ്ങനെ നിൽക്കുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുമ്പലത്തെ പോലെ തന്നെ ആ പച്ചമണം കെടുന്നിടം വരെ ഒന്ന് വഴറ്റാം.
അരപ്പിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. തക്കാളി ഇട്ടതിൻ്റെ എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. സമയത്ത് ഇതിലേക്ക് ആവശ്യമായ, അതായത് നമ്മുടെ ചിക്കൻ കറിക്ക് എത്ര ഉപ്പ് വേണോ അത്രയും ഉപ്പ് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇനി നല്ല വൃത്തിക്ക് ഇളക്കിയെടുക്കാം. നല്ലവണ്ണം അരപ്പ് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് വഴരുന്നതിന് വേണ്ടി ഇതൊന്ന് അടച്ചു വെക്കാം. എന്താ നമുക്കൊന്ന് നോക്കാമേ. ഇതിന് നല്ലവണ്ണം ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ നമ്മൾ ഇതുപോലെ ഇളക്കി കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെയാണ് ഇളക്കുന്നത്. അപ്പോൾ തന്നെ പകുതി വേവായിക്കോളൂ. അങ്ങനെ ഇളക്കി നമ്മൾ വെള്ളം ഒഴിച്ച് കറി വെക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റാണ്. അല്ലാതെ നമ്മൾ ജസ്റ്റ് അരപ്പൊക്കെ ചേർത്തായി ചിക്കൻ അങ്ങോട്ടിട്ട് കുറേ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ്. എല്ലാം ചിക്കനാന്ന് പറഞ്ഞാലും കറി വെക്കുന്ന രീതി അനുസരിച്ചാണ് കറികൾക്ക് രുചി കൂടുന്നത്, അല്ലേ? ഇനി ഒരിച്ചിരി നേരം കൂടി ഇതൊന്ന് ഇരുന്നോട്ടെ. ഇതിലേക്ക് കണ്ടോ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ? കണ്ടോ? ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിത് വേവാനുള്ള വെള്ളം ചേർത്താൽ മതി. അങ്ങ് ഒത്തിരി വെള്ളമൊന്നും കണ്ടമാനം കോരി ഒഴിക്കണ്ട. കുറച്ചും കൂടി വെള്ളം ചേർത്ത് എന്ന് വെച്ചാൽ വെന്ത് വരുമ്പോൾ നമുക്ക് ഈ പരുവം വേണം. കണ്ടോ? ഈ പരുവം. അപ്പം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഓൾറെഡി കണ്ടോ നമ്മൾ ഈ പരുവത്തിൽ ഈ വെള്ളത്തിൽ നമ്മളെടുത്ത് വെക്കുന്നു. തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് പിന്നെ നല്ലതുപോലെ അങ്ങ് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാണ്, ഞാൻ ഇതിനകത്ത് മസാലകളൊന്നും ഇട്ടിട്ടില്ല. ആ മല്ലിയില അരച്ചത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ മസാലകളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഇവിടോട്ട് ഇങ്ങനെ അങ്ങ് വ്യാപിച്ചിട്ട് അതിൻ്റെ മണവും എല്ലാം അങ്ങ് പോകും. അപ്പോൾ അതിലും നല്ലതുപോലെ തിളച്ച് ഒരു വേവ് പരുവാകുമ്പോൾ നമ്മൾ അതിന് പകരമാണ് നമ്മൾ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ അതും ഒരു മസാല തന്നെയാണല്ലോ. അതെല്ലാം നമ്മുടെ ഇതിലങ്ങ് പിടിച്ചോളും. കണ്ടോ? ഈ പരുവത്തിൽ നമ്മൾ ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കും. തീ കൂട്ടിയിട്ട് നല്ലതുപോലെ തിളയ്ക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് തീ അങ്ങ് കുറച്ച് വെക്കണേ. അടി പിടിക്കുമൊന്നും ചെയ്യണം. ഇത് കട്ടിയുള്ള പാത്രമായിട്ട് ഇതൊന്നും അടി പിടിക്കത്തില്ല. വേണ്ട, നമ്മൾ ഓൾറെഡി വഴറ്റുമ്പോൾ തന്നെ പകുതി വേവുന്നുണ്ട്, മനസ്സിലായി? അപ്പോൾ പിന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ ഒത്തിരി അങ്ങ് വേവിക്കേണ്ട കാര്യമില്ല. ചിക്കന് പൊതുവെ വേവും കുറവാണല്ലോ. ഇനി നമ്മൾ തീ ഒന്ന് കുറച്ചിടാം. ഇനി ഇത് പയ്യെ ചെറിയ തീക്കകത്തിരുന്ന് വേവട്ടെ. ചേട്ടൻ നമ്മുടെ ഇറച്ചി ഇവിടെ കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെന്തോന്നൊന്ന് നോക്കിക്കളയാം. എന്താ ചാറൊക്കെ കറക്റ്റായിട്ടുണ്ട്. വെന്ത് കാണും, വേവാതിരിക്കുകയില്ല. കഷ്ണം തന്നെ എടുത്ത് വെച്ചൊന്ന് നോക്കാം. കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതുപോലെ ഒന്ന് കാണുക. വേണ്ട, കണ്ടോ ഇതിന് 1 സ്പൂണാണ് ഇട്ടേക്കുന്നത്. ഒത്തിരി നമ്മളിതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചുമ്മാ മസാലയുടെ മണമൊക്കെ മുന്നിൽ നിൽക്കുമെന്നല്ലാതെ കറിക്ക് ഒരു ടേസ്റ്റ് കാണില്ല കേട്ടോ. നമ്മൾ കഴിവതും നമ്മൾ മേടിക്കുന്ന ചിക്കൻ മസാലയൊന്നും ചേർക്കാതെ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മളിതെന്താണെന്ന് വെച്ചാൽ ഒന്ന് തീ കൂട്ടിയിട്ട് നല്ലൊരു തിളപ്പിക്കണം. ചേട്ടാ നമ്മുടെ കറി ഇവിടെ തിളച്ച് വെന്ത് പറ്റിയിട്ടുണ്ട് കണ്ടല്ലോ. നല്ല കൊഴുത്ത ചാറോടുകൂടി നല്ല മണമൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുണ്ടല്ലോ ഇനിയും ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഇതേണ്ടേ, മല്ലിയില, തക്കാളി, കറിവേപ്പില, 2 ഭക്ഷണയില കണ്ടല്ലോ. ഇത്രയും സാധനങ്ങളും കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കറിവേപ്പില ഇട്ടു.
മല്ലിയില ഇട്ടു. നമ്മൾ 2 തക്കാളി ആയിരുന്നല്ലോ എടുത്തത്. ഒരെണ്ണം നമ്മൾ അരച്ച് ചേർത്തു, ബാക്കി ഒരെണ്ണമാണ് ഇത്. ഇനി ഇളക്കൊന്നും വേണ്ട, അത് ഒന്നും വേണ്ട. നമുക്ക് തീ കെടുത്തിയേക്കാം. കെടുത്തിയിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. ഞാനിത് അടച്ച് വെക്കുകയാണ്. കണ്ടോ? ഇതൊന്ന് ഇളക്കാം. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കി. കണ്ടോ? ഇനി കറിയുടെ കൂട്ടി കൊടുക്കാൻ പോവാണേ. ഉണ്ടോ? നല്ല ചൂട് പറക്കുന്ന കറിയും ചപ്പാത്തി. കൊതി വരുന്ന. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ എന്നെ സഹായിക്കണം. ഇനിയിപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലെത്തുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം.